CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇനി പുതിയ ഭരണാധികാരികൾ. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലും നഗരസഭകളിലും അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഈ മാസം 26-നാണ് നഗരസഭകളിൽ അധ്യക്ഷ തിരഞ്ഞെടുപ്പ്. പഞ്ചായത്തുകളിൽ 27-നും നടക്കും. പുതിയ തലമുറ UDF-നൊപ്പമാണെന്ന് തെളിയിക്കുന്നതാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലമെന്ന് നജീബ് കാന്തപുരം MLA. പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാഞ്ഞിരപ്പുഴ പിച്ചളമുണ്ട വാക്കോടനിൽ സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. ശനിയാഴ്ച രാത്രി 10-ഓടെയാണ് പുലി കുടുങ്ങിയത്. ആരോഗ്യ പരിശോധനകൾക്ക് ശേഷം പുലിയെ ശിരുവാണി കേരളമേട് വനമേഖലയിൽ തുറന്നുവിട്ടു. ശ്രീകൃഷ്ണപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രൈം മണി നിധി ലിമിറ്റഡ് എന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിനെതിരെ ഗുരുതരമായ തട്ടിപ്പ് ആരോപണങ്ങളുമായി നിക്ഷേപകർ രംഗത്ത്. കടമ്പഴിപ്പുറം ആലങ്ങാട് സ്വദേശിനിയായ വീട്ടമ്മയുടെ 90 ഗ്രാം സ്വർണം സ്ഥാപനം അപഹരിച്ചതായാണ് പരാതി. ചെർപ്പുളശ്ശേരി നഗരസഭയിലെ 33 വാർഡ് അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. EMS സ്മാരക ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ഏറ്റവും മുതിർന്ന അംഗം CA ബക്കറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. തുടർന്ന് ആദ്യ കൗൺസിൽ യോഗവും ചേർന്നു. ഈ മാസം 26-നാണ് അധ്യക്ഷ തിരഞ്ഞെടുപ്പ്. ചെർപ്പശ്ശേരി മുനിസിപ്പൽ കൗൺസിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ചെർപ്പശ്ശേരി മുനിസിപ്പൽ കൗൺസിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ജയകൃഷ്ണൻ അഥവാ ശ്രീകു എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ചെർപ്പുളശ്ശേരി നഗരസഭയിൽ വിജയിച്ച മുഴുവൻ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. EMS സ്മാരക ടൗൺ ഹാളിൽ തിങ്ങി നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി ജനപ്രതിനിധികൾ സത്യവാചകം ചൊല്ലി. മുതിർന്ന അംഗം മുസ്ലിം ലീഗിലെ CA ബക്കറിന് വരണാധികാരി KB മനോജ് കുമാർ ആദ്യം സത്യവാചകം ചൊല്ലി നൽകി. ചെർപ്പുളശ്ശേരി മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട P ജയൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ശ്രീമതി സാബിറ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സമീറ ഗഫൂർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ചെർപ്പശ്ശേരി മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട മീറ നൌഫൽ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തുടർന്ന് ബക്കർ മറ്റു കൗൺസിലർമാർക്ക് സത്യവാചകം ചൊല്ലി നൽകി. കയ്യടിയോടും മുദ്രാവാക്യം വിളിയോടെയുമാണ് ഓരോരുത്തരും വേദിയിൽ പ്രവേശിച്ചത്.
ചെർപ്പശ്ശേരി മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ചെർപ്പളശ്ശേരി മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട VP സെമീജ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ഈ മാസം 26-നാണ് അധ്യക്ഷ തിരഞ്ഞെടുപ്പ്. രാവിലെ 10:30 ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പും ഉച്ചയ്ക്കു ശേഷം 2:30 വൈസ് ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പും നടക്കും. ചെർപ്പളശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് 2025 ഡിസംബർ മാസം 26-ാം തീയതി രാവിലെ 10:30 മണിക്കും ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം 2:30 മണിക്കും ചെർപ്പളശ്ശേരി നഗരസഭ ഓഫീസിൽ വെച്ച് നടത്തുന്നതാണെന്ന് ഇതിനാൽ അറിയിക്കുന്നു. മേൽപ്പറഞ്ഞ തീയതിയിൽ കൂടുന്ന യോഗം ക്വാറം തികയാത്തതിനാലോ ആകസ്മിക അവധിയായി സർക്കാരോ ബന്ധപ്പെട്ട ജില്ലാ കളക്ടറോ പ്രഖ്യാപിക്കുകയാണെങ്കിലോ മനുഷ്യ നിയന്ത്രണത്തിന് അതീതമായ കാരണത്താൽ അന്നു നടത്തുവാൻ കഴിയാതെ വരികയാണെങ്കിലോ പ്രസ്തുത യോഗം തൊട്ടടുത്ത ദിവസം അതേ സ്ഥലത്തും അതേ സമയത്തും വെച്ച് കൂടുന്നതായിരിക്കും. ആകെ 33 സീറ്റുകളുള്ള നഗരസഭയിൽ 17 സീറ്റുകൾ നേടിയാണ് LDF കേവല ഭൂരിപക്ഷം ഉറപ്പാക്കിയത്. UDF 14 സീറ്റുകളിലും BJP, വെൽഫെയർ പാർട്ടി എന്നിവർ ഓരോ സീറ്റുകളിലും വിജയിച്ചു. CCN ചെർപ്പുളശ്ശേരി. കാഞ്ഞിരപ്പുഴ പിച്ചളമുണ്ട് വാക്കോടനിൽ സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. ശനിയാഴ്ച രാത്രി 10:00-ഓടെയാണ് പുലി കുടുങ്ങിയത്. ആരോഗ്യ പരിശോധനകൾക്ക് ശേഷം പുലിയെ ശിരുവാണി കേരളമേട് വനമേഖലയിൽ തുറന്നുവിട്ടു. നവംബർ 27-നാണ് വനമേഖലയോട് ചേർന്ന് കൊട്ടാരം ജോർജിന്റെ തോട്ടത്തിൽ കൂട് സ്ഥാപിച്ചത്. ജോർജിന്റെ തോട്ടത്തിൽ കാടുവെട്ടാനെത്തിയ തൊഴിലാളികൾക്കു നേരെ പുലി പാഞ്ഞെടുത്തിരുന്നു. ഭാഗ്യം കൊണ്ടാണ് തൊഴിലാളികൾ രക്ഷപ്പെട്ടത്. നവംബർ 16-ന് ടാപ്പിംഗ് തൊഴിലാളി ബോസ് നെല്ലിക്കൽ റബ്ബർ തോട്ടത്തിൽ നിന്ന് വന്യമൃഗത്തെ കണ്ട് ഓടി രക്ഷപ്പെട്ട സംഭവം ഉണ്ടായി. ഇതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ജോഷു മുത്തനാട്ടിന്റെ ആടിനെ പുലി പിടികൂടിയിരുന്നു. ഇതിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വാക്കോടൻ കുണ്ടാമ്പിൽ അംബികയുടെ വീട്ടിൽ നിന്ന് വളർത്തുമൃഗത്തെ വീടിന്റെ വരാന്തയിൽ നിന്ന് പുലി പിടിക്കുന്ന ദൃശ്യം CCTV-യിൽ പതിഞ്ഞിരുന്നു. വാക്കോടൻ, ചുള്ളിപ്പറ്റ, നിരവ്, ചെന്തണ്ട് ഭാഗങ്ങളിൽ പുലി, കടുവ എന്നിവയുടെ സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. നാട്ടുകാർ മണ്ണാർക്കാട് DFOക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് വനം വകുപ്പ് പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചത്. പൂഞ്ചോല മാന്തോണിൽ സ്ഥാപിച്ചിരുന്ന കൂടാണ് വാക്കോടനിലേക്ക് കൊണ്ടുപോയത്. ആരോഗ്യ പരിശോധനകൾക്ക് ശേഷം പുലിയെ ശിരുവാണി കേരളമേട് വനമേഖലയിൽ തുറന്നുവിട്ടു. സാർ സെറ്റായിട്ട് 1 മിനിറ്റ്, സാർ ശരിയായിട്ടില്ല. ലോക്ക് തട്ടിയിട്ടില്ല, ലോക്ക് തട്ടി വിടും ആദ്യം. മതി, ഓക്കെ ഓക്കെ, ലോക്ക് തട്ടി. പൊങ്ങിയിട്ടില്ല. മതി 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 മതി. CCN മണ്ണാർക്കാട്. നെല്ലായ ഗ്രാമപഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പഞ്ചായത്ത് വരണാധികാരി മുതിർന്ന അംഗമായ NP രാമകൃഷ്ണന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 23 നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ജുമൈലത്തി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും മീറാബാനു എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യൻ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെമ്പിളി എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട സ്മിത എന്ന ഞാൻ നിയമാനുസൃതം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടന
ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ജലീൽ എന്ന ഞാൻ 23 നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട എം നാസർ എന്ന ഞാൻ നിയമാനുസൃത 23 നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മൻസൂർ എന്ന ഞാൻ സത്യപ്രതിജ്ഞ G23 നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ആശാറു ഷൈബ എന്ന ഞാൻ സ്വാഗതം ചെയ്യുന്നു. G23 നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട നിഷൈബ എന്ന ഞാൻ നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട PK മുഹമ്മദ് ഷാഫി എന്ന ഞാൻ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട സംസുദ്ദീൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ മുഹമ്മദ് മുനീർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട സുധാകുമാരി എന്ന ഞാൻ സന്തോഷിനെ സത്യപ്രതിജ്ഞയ്ക്കായി G23 നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട PT സന്തോഷ് എന്ന ഞാൻ നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അമീനുർ റഹ്മാൻ എന്ന ഞാൻ CCN ചെർപ്പുളശ്ശേരി. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ ഭരണസമിതി അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ വരണാധികാരി ശ്രീജ ജനപ്രതിനിധികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 13 വാർഡിൽ നിന്നുള്ള മുതിർന്ന അംഗം രുക്മിണിയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. തുടർന്ന് 1 മുതൽ ക്രമത്തിൽ മറ്റ് വാർഡ് മെമ്പർമാരും സത്യവാചകം ചൊല്ലി ചുമതലയേറ്റു. പഞ്ചായത്ത് സെക്രട്ടറി P. ആഷിഫ് ചടങ്ങിൽ ആമുഖ പ്രസംഗം നടത്തി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് P. ജയശ്രീ, മുൻ ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. LDF അംഗങ്ങൾ പൂക്കോട്ടുകാവ് കൃഷ്ണപിള്ള മന്ദിരത്തിൽ നിന്നും പ്രകടനമായാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിനായി പഞ്ചായത്ത് ഓഫീസിൽ എത്തിയത്. വരും ദിവസങ്ങളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിലൂടെ പഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. CCN കടമ്പഴിപ്പുറം. പച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഈ മാസം 27 ശനിയാഴ്ച നടക്കുന്ന തിരഞ്ഞെടുപ്പിലൂടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവർ ചുമതലയേൽക്കും. പഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട VD മണികണ്ഠൻ മാസ്റ്റർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. മണ്ണാർക്കാട് സഹകരണ ഓഡിറ്റ് വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറും പഞ്ചായത്ത് വരണാധികാരിയുമായ T. ജയഭാരതി മുതിർന്ന അംഗമായ AK വിനോദിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് അദ്ദേഹം പഞ്ചായത്തിലെ മറ്റു 17 അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. UDF ധാരണ പ്രകാരം പ്രസിഡന്റ് സ്ഥാനം മുസ്ലിം ലീഗിനും വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിനുമാണ്. ഈ മാസം 27 ശനിയാഴ്ച നടക്കുന്ന തിരഞ്ഞെടുപ്പിലൂടെ പുതിയ അധ്യക്ഷന്മാർ ചുമതലയേൽക്കും. കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്തിലും പുതിയ ഭരണസമിതി അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു. മണ്ണാർക്കാട് ഉപജില്ലാ വ്യവസായ ഓഫീസറും വരണാധികാരിയുമായ ഷിഹാബുൾ അക്ബർ മുതിർന്ന അംഗം മുരളീധരന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മുരളീധരൻ പഞ്ചായത്തിലെ ബാക്കി 23 അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പഞ്ചായത്തിൽ പ്രസിഡന്റ് പദം കോൺഗ്രസിനും വൈസ് പ്രസിഡന്റ് പദം മുസ്ലിം ലീഗിനുമാണ് ധാരണയായിട്ടുള്ളത്. CCN ചത്തല്ലൂർ. ശ്രീകൃഷ്ണപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രൈം മണി നിധി ലിമിറ്റഡ് എന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിനെതിരെ ഗുരുതരമായ തട്ടിപ്പ് ആരോപണങ്ങളുമായി നിക്ഷേപകർ രംഗത്ത്. കടമ്പഴിപ്പുറം ആലങ്ങാട് സ്വദേശിനിയായ വീട്ടമ്മയുടെ 90 ഗ്രാം സ്വർണം സ്ഥാപനം അപഹരിച്ചതായാണ് പരാതി. തന്റെ സ്വർണം തിരിച്ചെടുക്കാൻ എത്തിയപ്പോൾ അത് ലേലത്തിൽ പോയി എന്ന മറുപടിയാണ് സ്ഥാപന അധികൃതരിൽ നിന്ന് ലഭിച്ചതെന്ന് വീട്ടമ്മ പറയുന്നു. എന്നാൽ ലേലം വിളിച്ചവരുടെ വിവരങ്ങളോ മറ്റ് രേഖകളോ ഹാജരാക്കാൻ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടില്ല. പലതവണ ബന്ധപ്പെട്ടിട്ടും സ്വർണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ശ്രീകൃഷ്ണപുരം പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് ഇവർ ആരോപിക്കുന്നു. ഇതേ തുടർന്ന് ഉന്നത പോലീസ് അധികാരികൾക്ക് പരാതി നൽകി നീതിക്കായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാരും ആരോപിക്കുന്നു. കടമ്പഴിപ്പുറം പ്രൈം മണിയുടെ കടമ്പഴിപ്പുറം ബ്രാഞ്ചിൽ ഏകദേശം ഒരു 10-11 പവനോളം സ്വർണം പണം വെച്ചിട്ടുണ്ടായിരുന്നു.
2023 ഞാൻ ലാസ്റ്റ് പുതുക്കുക ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അവരെന്നെ വിളിക്കുകയോ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് അവിടുത്തെ ഒരു സ്റ്റാഫ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഗോൾഡിൻ്റെ ലേല ഡേറ്റ് ആയിരുന്നു, അപ്പോൾ ഗോൾഡ് എല്ലാം കൂടെ ഒന്നിച്ച് വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, എനിക്ക് വരാൻ പറ്റില്ല പറഞ്ഞപ്പോൾ അവരത് ഞങ്ങൾ ചെയ്തോളാം, നിങ്ങൾ പഴയ പേപ്പർ സൂക്ഷിച്ചാൽ മതി പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പഴയ പേപ്പർ സൂക്ഷിച്ച് ഇപ്പോൾ അതിലിടയ്ക്ക് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവരത് ലേലം ചെയ്ത് പോയി, ഗോൾഡ് അവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരു പരാതി കൊടുത്തു. സ്ഥാപനത്തിന്റെ ലൈസൻസ് സംബന്ധിച്ചും സ്വർണം സൂക്ഷിക്കുന്നതിലെ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചും അന്വേഷണം വേണമെന്നാണ് ആവശ്യം. പണയമായി ലഭിക്കുന്ന സ്വർണം ജീവനക്കാരുടെ പേരിൽ മറ്റു ബാങ്കുകളിൽ പണയം വെച്ച് ഉയർന്ന തുക കൈക്കലാക്കുന്നതായും ഈ പണം ഉപയോഗിച്ച് ആഡംബര വാഹനങ്ങളും ഭൂമിയും വാങ്ങിക്കൂട്ടുന്നതായും പരാതി ഉയർന്നിട്ടുണ്ട്. സമാനമായ രീതിയിൽ 10ഓളം ആളുകൾ ഈ സ്ഥാപനത്തിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ സ്ഥാപനത്തിലേക്ക് മാർച്ചും മറ്റ് പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. തട്ടിപ്പിനിരയായവർക്ക് നീതി ലഭിക്കുന്നതുവരെ നിയമപോരാട്ടം തുടരുമെന്ന് വീട്ടമ്മ വ്യക്തമാക്കി. CCN കടമ്പഴിപ്പുറം. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ആലിപ്പറമ്പ് പഞ്ചായത്തിൽ നിന്നും വിജയിച്ച 24 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പഞ്ചായത്ത് ഓഫീസിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ജനപ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്തു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഷീജാമോൾ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നഗരസഭയിലെ മുതിർന്ന അംഗമായ TP മോഹൻദാസിന് വരണാധികാരിയും വ്യവസായ ഓഫീസറുമായ സുനിൽ ആദ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് TP മോഹൻദാസ് മറ്റ് 23 അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ തന്നെ അധ്യക്ഷതയിൽ പുതിയ ഭരണസമിതിയുടെ ആദ്യ ബോർഡ് യോഗവും ചേർന്നു. അധ്യക്ഷ പദവിയെ ചൊല്ലിയുള്ള ചർച്ചകൾ മുന്നണിയിൽ സജീവമാണ്. UDF മികച്ച വിജയം നേടിയ പഞ്ചായത്തിൽ വരും ദിവസങ്ങളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിലൂടെ പുതിയ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കും. CCN പെരിന്തൽമണ്ണ. കരിങ്കലത്താണി ഐഡിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ആവേശകരമായ പരിസമാപ്തി. ഫൈനൽ മത്സരത്തിന്റെ ഉദ്ഘാടനം ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ നിർവഹിച്ചു. ഫൈനൽ പോരാട്ടത്തിൽ മുസഫിർ ഗ്രൂപ്പ് കരിങ്കല്ലത്താണിയെ മറികടന്ന് റെഡ് ഡ്രാഗൺ കാമ്പുറം ജേതാക്കളായി. ഒരു മാസക്കാലം നീണ്ടുനിന്ന ഫുട്ബോൾ മാമാങ്കത്തിനാണ് ഇതോടെ തിരശീല വീണത്. അൽമദീന ചെറുപ്പുളശ്ശേരിയുടെ കളിക്കാരുമായി ഇറങ്ങിയ മുസഫിർ ഗ്രൂപ്പ് കരിങ്കല്ലത്താണിയും സ്കൈ ബ്ലൂ എടപ്പാളിന്റെ കരുത്തിൽ വന്ന റെഡ് ഡ്രാഗൺ കാമ്പുറവും തമ്മിലായിരുന്നു കലാശ പോരാട്ടം. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോൾ രഹിത സമനില പാലിച്ചതിനെ തുടർന്ന് ടോസിലൂടെയാണ് വിജയികളെ നിശ്ചയിച്ചത്. ടോസ് ഭാഗ്യം റെഡ് ഡ്രാഗൺ കാമ്പുറത്തെ തുണയ്ക്കുകയായിരുന്നു. ആയിരക്കണക്കിന് കായിക പ്രേമികളാണ് ഫൈനൽ മത്സരം കാണാനായി സ്റ്റേഡിയത്തിൽ ഒഴുകിയെത്തിയത്. CCN പെരിന്തൽമണ്ണ. പുതിയ തലമുറ UDF-നൊപ്പമാണെന്ന് തെളിയിക്കുന്നതാണ് തിരഞ്ഞെടുപ്പ് ഫലമെന്ന് നജീബ് കാന്തപുരം MLA. പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF-നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ഏറ്റവും ചരിത്രപ്രധാനവും ഏറ്റവും കൂടുതൽ ആഹ്ലാദമുള്ള ദിവസമാണ്. UDF-ന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത വളരെ വലിയൊരു ജനപിന്തുണ നേടിയ ആത്മവിശ്വാസത്തിലും സന്തോഷത്തിലുമാണ് ഞങ്ങളുള്ളത്.
ബ്ലോക്ക് പഞ്ചായത്തിലെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. മുനിസിപ്പാലിറ്റി അടക്കം 6 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും 7 തദ്ദേശ സ്ഥാപനങ്ങളും പെരിന്തൽമണ്ണയിൽ ഇതാദ്യമായി UDF അതിവിപുലമായ തരത്തിലുള്ള അടിത്തറ വിപുലീകരിച്ചുകൊണ്ടുള്ള ഒരു വിജയകിരീടം ചൂടിയ ആനന്ദത്തിലാണ് ഞങ്ങളെല്ലാവരും. പക്ഷെ ഇതൊരിക്കലും ഞങ്ങൾ അഹങ്കാരികളാക്കുകയല്ല, കൂടുതൽ വിനയാന്വിതരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത്തവണത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ UDF വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. നഗരസഭയിലുണ്ടായ ചരിത്ര വിജയം ഇതിന്റെ പ്രതിഫലനമാണ്. വികസനത്തോടൊപ്പം നിൽക്കുന്ന യുവതലമുറ UDF രാഷ്ട്രീയത്തെ നെഞ്ചേറ്റുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രത്യേകിച്ചും ഒരു വലിയ തലമുറ മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഞങ്ങളുടെ വലിയ തോതിലുള്ള ജനപ്രതിനിധികളുടെ എണ്ണം പരിശോധിച്ചാൽ വലിയ തോതിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ചെറുപ്പക്കാരായ യുവാക്കളുടെയും യുവതികളുടെയും സാന്നിധ്യമാണ്. മുസ്ലിം ലീഗിന്റെ UDFന്റെ ചരിത്രത്തിൽ ഇത്രയേറെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ പ്രതിനിധികൾക്ക് പോലും മത്സരിക്കാൻ അവസരം കൊടുത്ത ഒരു കാലമാണ്. ഏറ്റവും കൂടുതൽ ജെൻസിയുടെ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചു എന്ന് ഉറപ്പുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. പുതിയ തലമുറ പൂർണ്ണമായും UDFനോടൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ കാലമാണ്. പെരിന്തൽമണ്ണയിൽ ഞങ്ങളുടെ ഈ വിജയം കൂട്ടായി, ഞാൻ എപ്പോഴും പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒരു കളക്റ്റീവ് ലീഡർഷിപ്പിന്റെ വിജയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അത് ശക്തമായ ഭരണത്തിനുള്ള അടിത്തറയുണ്ടാക്കും. മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലും നഗരസഭയിലും പുതിയ ജനപ്രതിനിധികൾ അധികാരമേൽക്കുന്ന ചടങ്ങുകളിൽ അദ്ദേഹം നേരിട്ടെത്തി ആശംസകൾ അറിയിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും അദ്ദേഹം സംബന്ധിച്ചു. CCN പെരിന്തൽമണ്ണ. ചെർപ്പുളശ്ശേരി ശാന്തിനഗർ സ്വദേശിയും ദേശീയ മനുഷ്യാവകാശ ഫൗണ്ടേഷൻ ഒറ്റപ്പാലം താലൂക്ക് പ്രസിഡന്റുമായ P. ബാലഗോപാലിന് ഫൗണ്ടേഷന്റെ കീർത്തിമുദ്ര പുരസ്കാരം ലഭിച്ചു. മനുഷ്യാവകാശ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ നടത്തിയ ഇടപെടലുകൾ പരിഗണിച്ചാണ് പുരസ്കാരം. മനുഷ്യാവകാശ ഫൗണ്ടേഷന്റെ സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് കോഴിക്കോട് ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്ന ചടങ്ങിൽ വെച്ച് അവാർഡ് സമ്മാനിച്ചു. മനുഷ്യാവകാശ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ നടത്തിയ സജീവമായ ഇടപെടലുകൾ പരിഗണിച്ചാണ് പുരസ്കാരം നൽകിയത്. കേരള മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ മെമ്പർ K. ബൈജുനാഥ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ദേശീയ ചെയർമാൻ PC അച്ഛൻകുഞ്ഞ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള മനുഷ്യാവകാശ ഫൗണ്ടേഷൻ രക്ഷാധികാരി ജസ്റ്റിസ് KP ബാലചന്ദ്രൻ, സംസ്ഥാന പ്രസിഡന്റ് സജി ജോസ്, ചാക്കോ കളപ്പറമ്പിൽ, CR ശിവകുമാർ, അഡ്വക്കേറ്റ് പ്രജീഷ് തിരുത്തിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇനി പുതിയ ഭരണാധികാരികൾ. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലും നഗരസഭകളിലും അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഈ മാസം 26-നാണ് നഗരസഭകളിൽ അധ്യക്ഷ തിരഞ്ഞെടുപ്പ്. പഞ്ചായത്തുകളിൽ 27-നും നടക്കും. പുതിയ തലമുറ UDFനൊപ്പമാണെന്ന് തെളിയിക്കുന്നതാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലമെന്ന് നജീബ് കാന്തപുരം MLA. പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാഞ്ഞിരപ്പുഴ പിച്ചളമുണ്ട വാക്കോടനിൽ സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. ശനിയാഴ്ച രാത്രി 10-ഓടെയാണ് പുലി കുടുങ്ങിയത്. ആരോഗ്യ പരിശോധനകൾക്ക് ശേഷം പുലിയെ ശിരുവാണി കേരളമേട് വനമേഖലയിൽ തുറന്നുവിട്ടു. ശ്രീകൃഷ്ണപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രൈം മണി നിധി ലിമിറ്റഡ് എന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിനെതിരെ ഗുരുതരമായ തട്ടിപ്പ് ആരോപണങ്ങളുമായി നിക്ഷേപകർ രംഗത്ത്. കടമ്പഴിപ്പുറം ആലങ്ങാട് സ്വദേശിനിയായ വീട്ടമ്മയുടെ 90 ഗ്രാം സ്വർണം സ്ഥാപനം അപഹരിച്ചതായാണ് പരാതി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.